ബിഗ് ബോസ് ദേഷ്യപ്പെട്ട് ക്യാപ്റ്റൻസി ടാസ്ക് വരെ റദ്ദാക്കി. ക്യാപ്റ്റൻസി ടാസ്ക് ഇനി ഇല്ല. ഈ ആഴ്ചത്തെ നോമിനേഷൻ ഫ്രീ പാസ് ഇനി ആർക്കും കൊടുക്കത്തുമില്ല. സത്യം പറഞ്ഞ ബിഗ് ബോസിന്റെ ഗെയിം എല്ലാം തീർന്ന് ഇനി ഗെയിമും ഇല്ല. ഇന്ന് നോമിനേഷൻ ഫ്രീ പാസും കട്ടാക്കി, ക്യാപ്റ്റൻസിയും കട്ടാക്കി, മുത്തു കാരണമാണ് കട്ടാക്കി എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. നേരെ ചൊവ്വേ കളിച്ചില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് മുത്തുവിൻ്റെ ഭാഗത്തും പവിത്രയുടെ ഭാഗത്തും ജെഫ്രിയുടെ ഭാഗത്തും ഒന്നും അല്ല തെറ്റ് വന്നിരിക്കുന്നത്. ബിഗ് ബോസ് ആണ് കളിച്ചത്. ബിഗ് ബോസ് എന്ന് സ്ക്രിപ്റ്റഡ് ആയോ? ഒരു പോയിന്റ് പറഞ്ഞു തരാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തോടു കൂടി നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഗെയിമുകൾ തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, ഗെയിം തീർന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? പറയാം. ആദ്യം തന്നെ പറയാം, ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തിട്ട് അതിനകത്ത് അലക്ഷ്യമായിട്ട് കളിച്ചു, നിങ്ങൾ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് ആ സാധനം ക്യാൻസൽ ചെയ്തത്. ക്യാപ്റ്റൻസി ടാസ്കിൽ ജയിച്ചത് പവിത്രയായിരുന്നു. ഈ സാധനം ക്യാൻസൽ ചെയ്തു. കാരണം അതിനകത്ത് എപ്പിസോഡ് കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും അതിനകത്ത് മുത്തു വിട്ടുകൊടുത്തതല്ല എന്നുള്ള കാര്യം. ഇത് റദ്ദാക്കി കഴിഞ്ഞിട്ട് ബിഗ് ബോസിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്കിനകത്ത് ജയിച്ച ആൾ അടുത്ത ആഴ്ച നോമിനേഷൻ ഫ്രീ ആവും. അവർ വീണ്ടും വീണ്ടും കടന്നു പോകും. ഇവരെ അടുത്ത ആഴ്ച വരെ എത്തിക്കാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ സാധനം റദ്ദാക്കിയത്. അത് ഞാൻ റിവ്യൂ പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇനി ഗെയിം തീർന്നു എന്ന് ഞാൻ പറയാൻ കാരണം, അതെ, 75ാമത്തെ ദിവസം തമിഴ് ബിഗ് ബോസിന്റെ ഗെയിം തീരുന്ന ദിവസമാണ്. കാരണം ഇനി നാളെയും മറ്റന്നാളും വീക്കെൻഡാണ്. വീക്കെൻഡ് വന്ന് ഫയർ അടിക്കുന്നു, തീരുന്നു. അതിനുശേഷം തിങ്കളാഴ്ച നോമിനേഷൻ, ചൊവ്വാഴ്ച മുതൽ എന്താ നമ്മുടെ ഫാമിലി വീക്കാണ്. 79 മുതൽ 82 വരെയുള്ള ദിവസങ്ങളിൽ ഫാമിലി വീക്കാണ്. പിന്നീട് 83, 84 വീക്കെൻഡാണ്. അത് കഴിഞ്ഞിട്ട് 85, 86, വീണ്ടും നോമിനേഷൻ. 86 മുതൽ ടിക്കറ്റ് ടു ഫിനാലെ സ്റ്റാർട്ട് ചെയ്യുവാണ്. 86 മുതൽ 89 വരെ, അല്ലെങ്കിൽ 85 മുതൽ 89 വരെ. 90, 91 വീക്കെൻഡാണ്. ആ വീക്കെൻഡ് കഴിഞ്ഞ് 91 മുതൽ പിന്നെ വേറെ പരിപാടീസ് ഒന്നും കാണത്തില്ല. വീട്ടുകാർ ചുമ്മാ ഈച്ച അടിച്ച് അവിടെ ഇരിക്കും. അപ്പോഴുണ്ട് പഴയ കണ്ടസ്റ്റൻസിനെ നൈസായിട്ട് കയറ്റിവിടും. പഴയ കണ്ടസ്റ്റൻസിനെ കയറ്റിവിടുന്നതിന് മുമ്പ് ചിലപ്പോൾ പണപ്പെട്ടി വരും. ആ വീക്കിൽ പണപ്പെട്ടി വരും. അപ്പോൾ പണപ്പെട്ടിയുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീക്ക് അങ്ങനെ പോകും. അപ്പോൾ 98ാമത്തെ ഡേ ആവും. 91 to 98 അങ്ങനെ അങ്ങ് പോകും. അതിനുശേഷം പിന്നെ വരുന്ന വീക്കെൻഡിൽ എക്സ് കണ്ടസ്റ്റൻസിനെ കയറ്റിവിടും. ഫിനാലെ തീർന്നു, സ്വാഹ. അപ്പോൾ നമ്മുടെ ഗെയിം പറച്ചിൽ തീർന്നിരിക്കുകയാണ്. ഗെയിമിൻ്റെ അറുതിയായി. ഇനി നമ്മൾ കഥയായിരിക്കും ഡെയിലി പറഞ്ഞു പോകുന്നത്. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 75 ഡിസംബർ 20-ാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ രാവിലെ ഓഡിയൻസ് പോളിലെ ക്വസ്റ്റ്യൻ, റെഡ് കാർപ്പറ്റിലൂടെ നടക്കേണ്ട കണ്ടസ്റ്റന്റ് ആരാണ്? അത് സൗന്ദര്യ അല്ല, അത് ജാക്കിലിനാണെന്നാണ് ഓഡിയൻസ് പോളിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത്. അപ്പോൾ റെഡ് കാർപ്പറ്റ് വേറെ ഒന്നുമല്ല, ഒരു നീളത്തിലുള്ള റെഡ് പോലത്തെ ഒരു ചവിട്ടുമെത്ത ഉണ്ടാവും. ഈ ചവിട്ടുമെത്തയിൽ കൂടി മാത്രമേ നടക്കാൻ പാടുള്ളൂ. ഓഡിയൻസ് പോളാണ്. അപ്പോൾ അത് ജാക്കിലിനാണ് കിട്ടുന്നത്. അപ്പോൾ ജാക്കിലിനെ കിട്ടുമ്പോൾ തന്നെ പിടിക്കുന്നില്ല. കാരണം അയ്യോ, അത് എന്നെയായിട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതല്ലേ, അപ്പോൾ അത് ഓഡിയൻസ് എനിക്ക് തന്നെങ്കിൽ ഞാൻ നെഗറ്റീവ് ആവുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയോടുകൂടി ജാക്കിലിൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. അപ്പോൾ ജാക്കിലിന് തീരുമാനിക്കാം ആര് എൻ്റെ കാർപ്പറ്റ് വിരിക്കണം, ആരാണ് എന്നെ നിയന്ത്രിക്കേണ്ടത് എന്നുള്ള കാര്യം ജാക്കിലിന് തീരുമാനിക്കാം. ജാക്കിലിൻ റയാൻ്റെ പേര് പറയുന്നു. അപ്പോൾ ദീപക് പറയുന്നുണ്ട് മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിക്കണം ജാക്കിലിൻ. കുറച്ച് കഴിയുന്നു സൗന്ദര്യ അൻഷിതടുത്ത് പറഞ്ഞ, അൻഷി നിന്നെ അവളിപ്പോൾ നോക്കിയോ കാർപ്പറ്റ് വിരിക്കാൻ വേണ്ടി വിളിക്കും. അപ്പോൾ പറഞ്ഞു, എനിക്ക് നല്ലതുപോലെ അറിയാം കാർപ്പറ്റൊക്കെ വിളിച്ചു കൊടുക്കാം, ഞാൻ വിരിച്ചു കൊടുത്തോളാം. ഇന്നലെ നീയായിട്ടുള്ള ഉടക്കൊക്കെ അറിയണ്ടേ, നിന്നെ ഉറപ്പായിട്ട് വിളിക്കും. ഈ സൗന്ദര്യം എന്ത് കുത്തിത്തിരിപ്പാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും. ട്രിപ്പിൾ പ്ലേ ഒന്നുമല്ല, ബെസ്റ്റ് സ്റ്റാൻഡ് പ്ലേ ആണ്. ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരാളാണ് സൗന്ദര്യ. സത്യം അവിടെ ഇവിടെയൊക്കെ നിന്ന് കുത്തിത്തിരിപ്പാണ്. അവിടെ നിന്ന് മാക്സിമം ഗോവ ഗ്യാങ്ങിനകത്ത് നിന്ന് മാക്സിമം ജാക്കിലിൻ്റെ ചാര മൊത്തം ഊറ്റി പിഴിഞ്ഞ് അവസാനം വിജയ് സേതുപതി പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ചാടി ഇപ്പോൾ വന്ന് അൻഷിതയുടെയും പവിത്രയുടെയും കൂടെയാണ് ഇപ്പോഴത്തെ കൂട്ട്. കുറച്ച് കഴിയുന്നു ജാക്ക് ഒറ്റയ്ക്കിരുന്ന് കരയുന്നു. ഈ റെഡ് കാർപ്പറ്റ് കിട്ടിയതാണ് സാധനം. പുള്ളിക്കാരെ വിചാരിക്കുന്നത് ഈ റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർപ്പറ്റ് റെഡ് ആണല്ലോ, അപ്പോൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഈ കാർപ്പറ്റിലൂടെ നടക്കാൻ പറ്റില്ല, അത് ഇത്ര നീളമാണ്. അപ്പം ഒരു 6 അടി നീളം കാണും. 6 അടി നീളത്തിൽ ഇങ്ങനെ നടന്നിട്ട് വീണ്ടും ആ കാർപ്പറ്റ് എടുത്ത് അങ്ങോട്ട് മറിച്ചിട്ട് അതിനകത്തൂടെ നടന്നു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തന്നെങ്കിൽ ഞാൻ പുറത്ത് നെഗറ്റീവ് അല്ലേ എന്നൊരു ചിന്തയാണ്. മുത്തു വരുന്നു, നീ നെഗറ്റീവ് ആണെന്നാണ് നീ കരുതിയിരിക്കുന്നത്. നീ എപ്പോഴും ഓപ്പോസിറ്റ് എല്ലാ കാര്യത്തിലും ചിന്തിക്കുന്നത് നല്ലതൊക്കെ തന്നെ, പക്ഷേ എപ്പോഴും ഓപ്പോസിറ്റ് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ നീ എന്തിനാണ് ഇവിടെ വന്നത്, നീ ആരെന്ന് കാണിക്കാനല്ല, അത് നീ കാണിക്കുക. അപ്പോൾ ജാക്കിൽ പറഞ്ഞു, ഇവിടെ വന്നത് എന്തിനാണെന്നൊക്കെ എനിക്കറിയാം, ഞാൻ ജെനുവിനാണ്, പക്ഷേ ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് ഈ സാധനം കിട്ടിയില്ല, എനിക്ക് കിട്ടി എന്നുള്ള കാര്യം ജാക്കിലാണ് പറയുമ്പോൾ മുത്ത് പറയാനെടി 10 വീക്ക് 11 വീക്ക് നോമിനേഷനിൽ വന്നവളാണ് നീ, എന്നിട്ട് നിനക്ക് നിന്റെ വാല്യൂ മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിൽ നീ സത്യസന്ധമായിട്ടാണോ ഇരിക്കുന്നത്? ഇനി നീ ഒന്നും പേടിക്കാനില്ല എന്ന് പറയാണ്. സത്യം പറഞ്ഞാൽ ജാക്കിലിനൊക്കെ സുഖമായിട്ട് മനസ്സിലാക്കാം എനിക്ക് പുറത്ത് ഭയങ്കര മാസീവ് സപ്പോർട്ടാണെന്ന്. കാരണം
11 വീക്ക് ബിഗ് ബോസ് തമിഴിന്റെ ഹിസ്റ്ററിയിൽ ഇന്ന് വരെ ആരും അടുപ്പിച്ചടുപ്പിച്ചുള്ള 11 വീക്കുകളിൽ നോമിനേഷനിൽ വന്നിട്ടില്ല. വീക്ക് 1, വീക്ക് 2, വീക്ക് 3 മുതൽ ഈ 11 വീക്ക് വരെയും എല്ലാ ആഴ്ചയും ജാക്വലിൻ നോമിനേഷനിലുണ്ട്. തമിഴ് ബിഗ് ബോസിൽ 7 തവണ എന്തോ ഡയറക്റ്റ് 7 8 തവണ എന്തോ ആണ് ഒരു അടുപ്പിച്ചടുപ്പിച്ച വീക്കുകളിലായിട്ട് നോമിനേഷനിൽ വന്നിട്ടുള്ളത്. ഇതിനകത്ത് 11 വീക്ക് ബിഗ് ബോസ് സീസൺ 8 തമിഴ് തുടങ്ങിയിട്ട് 11 വീക്കായി. ഈ 11 വീക്കിലും ജാക്വലിൻ നോമിനേഷനാണ്. ബിഗ് ബോസ് തമിഴിലെ 1 2 3 4 5 6 7 ഈ 7 സീസൺസിലും ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് 11 വീക്കിൽ നോമിനേഷൻ വന്നിട്ടുള്ള ആളില്ല. 7 8 വീക്കൊക്കെ വന്നിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് ആൾക്കാർ വന്നിട്ടില്ല. അപ്പോൾ അത്രയും വീക്കിൽ നോമിനേഷനിൽ വന്നിട്ട് ജാക്വലിനെ സേവ് ആക്കുകയാണെങ്കിൽ എല്ലാവരുടെയും കൂടെ ജാക്വലിൻ നോമിനേഷനിൽ വന്നിട്ട് ജാക്വലിൻ സേവ് ആവുകയാണ്. ഒരാഴ്ച ചിലപ്പോൾ അവരായിരിക്കും, ഒരാഴ്ച എല്ലാവരുടെയും കൂടെ വന്നിട്ട് ജാക്വലിൻ സേവ് ആവുകയാണെങ്കിൽ അതിന് സപ്പോർട്ട് മനസ്സിലാക്കാനുള്ള വിവരം ജാക്വലിൻ ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ. അതിനുശേഷം പിന്നെ ജാക്വലിൻ വീണ്ടും ഒറ്റയ്ക്ക് ഇന്ന് കരയുന്നു. അപ്പോൾ മഞ്ചരിയെ കൊണ്ട് റെഡ് കാർപ്പറ്റ് വിരിപ്പിക്കുന്നു. അടുത്ത് വീക്കിലി ടാസ്കിന്റെ അടിസ്ഥാനത്തിൽ 3 ബസ് പെർഫോമൻസിനെ സെലക്ട് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേരുകൾ പറയാണ്. കൂടുതൽ ആൾക്കാരും പറയുന്നത് നമ്മുടെ പവിത്ര, ജെഫ്രി, അൻഷിതയുടെ പവിത്ര ജെഫ്രിയാണ് എല്ലാവരും പറയുന്നത്. അൻഷിതയുടെ പേര് എല്ലാവരും പറഞ്ഞേനെ. പക്ഷേ കുറച്ച് ഇന്ന് രാവിലെ ഞാൻ 1-2 കമന്റ് കണ്ടായിരുന്നു. അൻഷിത ഇന്നലെ കിടന്ന് അത്രയും കളിച്ചിട്ടും അൻഷിതയുടെ പേരിന്ന് ഇത് വേസ്റ്റിലാണല്ലോ വന്നിരിക്കുന്നതെന്ന്. ആക്ച്വലി ഇതിനകത്ത് ഞാൻ ആദ്യം പറയാം. അൻഷിത പറയുന്നത് പവിത്രയുടെയും ജെഫ്രിയുടെയും രഞ്ജിത്തിൻ്റെയും പേര്, ജെഫ്രി രഞ്ജിത്തിൻ്റെയും അൻഷിതയുടെയും പവിത്രയുടെയും പേര്, മുത്തു മഞ്ചരിയുടെയും ജാക്വലിൻ്റെയും ദീപകിൻ്റെയും പേര്, റയാൻ മുത്തുവിൻ്റെയും രഞ്ജിത്തിൻ്റെയും ജാക്വലിൻ്റെയും പേര്, ദീപക് മുത്തുവിൻ്റെയും മഞ്ചരിയുടെയും വിശാലിൻ്റെയും പേര്, അരുൺ ജെഫ്രിയുടെയും പവിത്രയുടെയും അൻഷിതയുടെയും പേര്, സൗന്ദര്യ മുത്തുവിനെയും ജെഫ്രിയുടെയും രഞ്ജിത്തിൻ്റെയും പേര്, മഞ്ചരി മുത്തുവിനെയും ജാക്വലിൻ്റെയും ദീപകിൻ്റെയും പേര്, റാണവ് പവിത്രയുടെയും മുത്തുവിനെയും ദീപകിൻ്റെയും പേര്, രഞ്ജിത്ത് പവിത്രയുടെയും മുത്തുവിനെയും ജെഫ്രിയുടെ പേര്, വിശാൽ ജെഫ്രിയുടെയും പവിത്രയുടെയും അൻഷിതയുടെയും പേര്, ജാക്വലിൻ മഞ്ചരിയുടെയും മുത്തുവിൻ്റെയും രഞ്ജിത്തിൻ്റെയും പേര്. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പിങ്ക് ടീം, അതായത് പൊരുതി തോറ്റ അൻഷിതയുടെയും പവിത്രയുടെയും ജെഫ്രിയുടെയും ടീമിലെ ജെഫ്രിയെയും പവിത്രയാണ് എല്ലാവരും പറയുന്നത്. എന്തുകൊണ്ട് അൻഷിതയെ പറയുന്നില്ല? അൻഷിത കളിച്ചില്ലേ? അൻഷിത കളിച്ചു. അതിനേക്കാൾ അപ്പുറമായിട്ട് ജെഫ്രി കളിച്ചു. അതിനേക്കാൾ അപ്പുറമായിട്ട് പവിത്ര കളിച്ചു. ഒരു 3 പേരും കളിച്ചു. പക്ഷെ അൻഷിതയുടെ പേര് അവിടെ പറയാത്തത് അൻഷിത കളിക്കാത്തതുകൊണ്ടല്ല. അൻഷിത ഇന്നലെ കളിച്ചതിനിടയിൽ കൂടെ കുറേ ആക്ഷൻസ് കാണിച്ചു, കുറേ ഫേക്ക്നെസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗെയിമിന് നല്ലതാണ്. ഗെയിമിന് വേണ്ടി, ഗെയിമിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ് അൻഷിത ഇന്നലെ കിടന്ന് എല്ലാം കാണിച്ചത്. ഓക്കെ, അതിൻ്റെ ഇടയിൽ കൂടി പ്രൊവോക്കിങ് കാണിച്ചു, മോക്കിങ് കാണിച്ചു. ഈ പേര് കൊണ്ടാണ് ആരും അൻഷിതയുടെ പേര് 1 2 പേര് മാത്രമേ അൻഷിത ബെസ്റ്റ് ആണെന്ന് പറയുന്നുള്ളൂ. ബാക്കി എല്ലാവരും അൻഷിത വേസ്റ്റിലാണ് പറയുന്നത്. അത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. ഈ 2 സാധനം ഒഴിവാക്കിയിരുന്നെങ്കിൽ അൻഷിത ബെസ്റ്റിൽ കയറിയാനെ. അതപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. കാരണം അവർ പൊരുതി തോറ്റതാണ്. ഓക്കെ, ജെഫ്രി കളിച്ചു, അൻഷിത കളിച്ചു, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ സൂപ്പറായിട്ട് എനിക്ക് ടാസ്കിൽ കളിച്ചു എന്ന് തോന്നിയുള്ള കുറച്ച് പേരാണ്. ജെഫ്രി, അൻഷിത, പവിത്ര, മുത്തു, ദീപക്, പിന്നെ മഞ്ചരി, ജാക്വലിൻ, ഇവരിത്രയും സൂപ്പറായിട്ട് കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിനകത്ത് അൻഷിതയുടെ പേര് മാത്രം പലരും കട്ട് ചെയ്യുന്നു. ബാക്കി ദീപകിന്റെ പേര് പറയുന്നവരുണ്ട്, ജാക്വലിന്റെ പേര് പറയുന്നു, മുത്തുവിന്റെ പേര് പറയുന്നു, പവിത്രയുടെ പേര് പറയുന്നു, ജെഫ്രിയുടെ പേര് പറയുന്നു. അൻഷിതയുടെ പേര് കട്ടാവാനുള്ള കാര്യം ഈ സാധനമാണ്, ഈ പ്രൊവോക്കിങ്ങും മോക്കിങ്ങും ഇന്നലത്തെ ഫേക്ക്നെസ്സും. ആ സാധനം മാറ്റി വെച്ചിരുന്നെങ്കിൽ ഗെയിം ജയിക്കാൻ വേണ്ടി അൻഷിത കാണിച്ചത് വിനയായിപ്പോയി. പക്ഷെ അത് നല്ല സാധനമാണ്. പക്ഷേ ഈ കണ്ടസ്റ്റൻസ് അതിനെ വേറൊരു ലെവലിലാണ് കണ്ടത്. അടുത്ത വേസ്റ്റ് പെർഫോമൻസ് വരുന്നു. എല്ലാവരും കൂടി സൗന്ദര്യ മെയിനായിട്ട് എടുക്കുന്നുണ്ട്. കാരണം സൗന്ദര്യ കാണിച്ചിട്ടുള്ള വേല എന്താ? സൗന്ദര്യ ടാസ്കിനകത്ത് മിണ്ടാതിരുന്നു. അതുകൊണ്ട് സൗന്ദര്യയുടെ പേര് മിക്കവരും പറയുന്നുണ്ട്, അരുണിൻ്റെ പേര് മിക്കവരും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അൻഷിതയുടെ പേര് എല്ലാവരും പറയുന്നുണ്ട്. ഗെയിം ആണെങ്കിൽ ഗെയിമിൻ്റെ റൂൾസ് അനുസരിച്ചില്ല. അതായത് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കിടക്കത്തുള്ളൂ, ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ എന്നുള്ള റീസൺസ്. എന്താ, ടവറിൻ്റെ മുകളിൽ കയറി ഇരിക്കാൻ പാടില്ല, ഇതിൻ്റെ മുകളിൽ കമന്ന് നടക്കാൻ പാടില്ല, മുയലിനെയും കൊണ്ട് പോകാൻ പാടില്ല. അപ്പോൾ ഈ റൂൾ എല്ലാം തെറ്റിച്ചു അൻഷിത. അപ്പോൾ അതുകൊണ്ടാണ് അൻഷിതയുടെ പേര് എല്ലാവരും ഇതിനകത്ത് പറയാൻ കൂടി കാരണം. എന്നിട്ട് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ഉള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻഷിത വന്ന് നേരെ തിരിച്ച് ആരുടെ പേര് വന്നിട്ടുണ്ട്? ജാക്വലിൻ്റെയും റയാൻ്റെയും പേര് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് പവിത്ര വന്ന് പറയുന്നത് ആരുടെ പേരാണ്? പവിത്ര വന്ന് സൗന്ദര്യയുടെയും റയാൻ്റെയും പേര് അതുപോലെ പറയുന്നുണ്ട്. ജെഫ്രി വന്ന് റയാൻ്റെയും സൗന്ദര്യയുടെയും പേര് അതുപോലെ പറയുന്നുണ്ട്. ഇവർ ഈ 3 പേര്, പവിത്ര, ജെഫ്രി, അൻഷിത, 3 പേരും സെയിം നോമിനേഷനാണ്. അതേസമയം മുത്തു പറയുന്നത് അൻഷിതയുടെയും അരുണിൻ്റെയും പേരാണ്. പിന്നെ മഞ്ചരി പറയുന്നത് സൗന്ദര്യയുടെയും അൻഷിതയുടെയും പേരാണ്. അതേസമയം ദീപക് പറയുന്നത് അരുണിൻ്റെയും സൗന്ദര്യയുടെയും പേരാണ്. 3 പേരും 3 വെറൈറ്റി പേരുകൾ പറയുന്നു. ഇതൊരു ഗ്രൂപ്പായിട്ട് എന്ന് കളിച്ചു. ജെഫ്രിയും പവിത്രയും അൻഷിതയോടെ ഈ വേസ്റ്റ് നോമിനേഷൻ സെയിം പോലെ കൊടുത്തു. അതുപോലെ തന്നെ ഇപ്പം ക്യാപ്റ്റൻസി നോമിനേഷനിലാണെങ്കിൽ ജെഫ്രി രഞ്ജിത്തിൻ്റെയും അൻഷിതയുടെയും പവിത്രയുടെയും പേര് പറഞ്ഞപ്പോൾ അവിടെ അൻഷിത ആരുടെ പേര് പറഞ്ഞു? പവിത്രയുടെയും ജെഫ്രിയുടെയും രഞ്ജിത്തിൻ്റെയും പേര് പറഞ്ഞു. നേരെ തിരിച്ച് പറഞ്ഞു, അതുപോലെ പറഞ്ഞു. ജെഫ്രി പറഞ്ഞ ഏതുപോലെയാണോ അതുപോലെ തന്നെ ആ പൊസിഷനിൽ തിരിച്ച് പറഞ്ഞു. പക്ഷേ അവിടെ നമ്മുടെ പവിത്ര ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പവിത്രയുടെ ഇതിനകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ, എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല പവിത്ര നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അവർ ക്യാപ്റ്റൻസി നോമിനേഷൻ ആയാലും ഈ പറയുന്ന പോലെ വേസ്റ്റ് നോമിനേഷൻ ആയാലും സെയിം ഒരുപോലെ കാണിച്ച് വെച്ചു. ഓക്കെ, അതെല്ലാം കഴിയുന്നു. എല്ലാവരും
അൻഷിതയും സൗന്ദര്യമാണ് വേഴ്സ്റ്റ് പെർഫോമേഴ്സ്. ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നു, വേറെ ഒന്നുമല്ല, ഗാർഡൻ ഏരിയയിൽ 3 ഗോൾ പോസ്റ്റുകൾ ഉണ്ടാവും, ഇങ്ങനെ ട്രയാങ്കിൾ രൂപത്തിലെ 3 ഗോൾ പോസ്റ്റുകൾ. അത് ഓരോരുത്തരുടെയും ഗോൾ പോസ്റ്റുകളാണ്. ഈ ഗോൾ പോസ്റ്റിൽ ഗോൾ വീഴാതെ നമ്മൾ സംരക്ഷിക്കണം. നമ്മുടെ ഗോൾ പോസ്റ്റിൽ ആരെങ്കിലും ഗോൾ അടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ടാവും. അതാണ് ടാസ്ക്. വലിയൊരു പന്താണ്, പറയുന്ന നല്ല പൊക്കമുള്ളൊരു, ഇപ്പോൾ താഴെ ഞാൻ ഇടുകയാണെങ്കിൽ ഇത്ര പൊക്കമുള്ളൊരു വലിയ പന്ത്, ഉരുട്ടി കണക്ക് വലിയ പന്ത്. ഈ പന്ത് ആദ്യം ഒരാൾ അടിക്കുക, അങ്ങോട്ട് ഇടുക, പിന്നെ ഒരാൾ അടിച്ച് ഇങ്ങോട്ട് ഇടുക, അങ്ങനെ ആരുടെ ഗോൾ പോസ്റ്റ് ഗോൾ വീഴുന്നോ അവർ ഔട്ടാവും. അങ്ങനെ ആദ്യം മുത്തു ജെഫ്രി അടിച്ച് തുലയ്ക്കാൻ നോക്കുകയാണ്. ജെഫ്രിയുടെ ഗോൾ പോസ്റ്റ് വീഴുന്നില്ല, ജെഫ്രി തിരിച്ചടിക്കുന്നു, വീഴുന്നില്ല. പക്ഷെ ജെഫ്രി തിരിച്ചടിക്കുന്ന എന്ത് ചെയ്യുന്നു, മുത്തുവിനെ ഒന്ന് തട്ടി സ്വന്തം ഗോളിൽ തന്നെ കയറിപ്പോയി സെൽഫ് ഔട്ടായി. ജെഫ്രി ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ടാവുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ പവിത്രയും ഈ പറയുന്ന പോലെ നമ്മുടെ മുത്തുവും വരുന്നു. അപ്പം ഇതിനകത്ത് ആർക്കാണ് ഇനി ഗോൾ വീഴുന്നത് അവരാണ് ഔട്ടാവുന്നത്. അതിനുശേഷം ഒരാൾ ജയിക്കും. അതാണ്. അപ്പം ഇതിനകത്ത് ബിഗ് ബോസ് ആദ്യം തന്നെ ലെറ്റർ വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് 12ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻസി എന്നുള്ള സാധനം മാത്രമല്ല ഇത്. 12ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 12ാമത്തെ വീക്ക് സേവ് ആവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ 13ാമത്തെ ആഴ്ച നിങ്ങൾ എത്തി, എൻട്രി പാസ് കൂടിയാണ്, 13th വീക്കിലേക്കുള്ള എൻട്രി പാസ് കൂടിയാണ്. അതായത് ടിക്കറ്റ് ടു ഫിനാലെ വീക്കിലേക്കുള്ള എൻട്രി പാസ് ആണ്. ആ വീക്ക് കയറി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീക്കിൽ മിഡ് വീക്ക് ഒന്നും വരത്തില്ല. ആ വീക്കിൽ നമ്മൾ നോമിനേഷനിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഔട്ട് ആവുന്ന എപ്പോഴായിരിക്കും, 91-ലായിരിക്കും. ഭയങ്കര പവറാണ്. ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി കിട്ടുന്ന ആൾക്ക് 91 ദിവസം സുഖമായിട്ട് വീട്ടിൽ നിൽക്കാം, അല്ലെങ്കിൽ 90 ദിവസം സുഖമായിട്ട് വീട്ടിൽ നിൽക്കാം. ഇന്നലെ റയാന് നിൽക്കാൻ പറ്റുന്ന പോലെ, റയാൻ 91 ദിവസം സേഫാണ്, റയാൻ ഇനി ഒന്നും പറ്റത്തൊന്നുമില്ല. അടുത്ത ആഴ്ച നോമിനേഷൻ ഫ്രീ ആണ്. അതിൻ്റെ അടുത്ത ആഴ്ച നോമിനേഷനിൽ വന്ന് ഔട്ട് ആയാൽ പോലും 91 ഔട്ട് ആവുള്ളൂ. മിഡ് വീക്ക് വരത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി മിഡ് വീക്ക് വരത്തില്ല. അങ്ങനെയാണ്. അപ്പം ആ സംഭവം എല്ലാം അങ്ങനെ അപ്പം ആ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പവിത്ര വന്ന് അടുത്ത് മുത്തുവിനെ അടിക്കാൻ വേണ്ടി, മുത്തുവിൻ്റെ ഗോൾ പോസ്റ്റിൽ പവിത്ര അടിക്കാൻ വേണ്ടി നിൽക്കുന്നു. അപ്പം മുത്തു ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം മുത്തു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പവിത്ര ഇതിലേ കൂടെ അടിച്ചിട്ട് പവിത്ര ഗോൾ അടിക്കാൻ മുത്തുവിൻ്റെ ഗോൾ പോസ്റ്റാണ്, മുത്തു ഔട്ടാവുന്നു. പക്ഷേ പവിത്ര ഗോൾ അടിക്കുന്ന സമയത്ത് മുത്തു ജസ്റ്റ് ഇത്ര ഒരു അനക്കം കാണിക്കുന്നുണ്ടോ. മുത്തു ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് സാധനം. പക്ഷെ വേണമെന്ന് വെച്ച സാധനം മുത്തു ചെയ്തതും അല്ല. പവിത്ര ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ, കുറെ നാളായില്ലേ. അതും ആ മെന്റാലിറ്റിയും കാണും കേട്ടോ മുത്തുവിന്. അപ്പൊ ഈ മുത്തു തടയാനും ജസ്റ്റ് നോക്കിയിട്ടുണ്ട്, ഈ മെന്റാലിറ്റിയും ഉണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ തടയുന്ന സാധനം ഇങ്ങനെ അല്ല. അപ്പൊ ടാസ്ക് കഴിയുന്നു, പവിത്ര ജയിച്ചതായിട്ട് എല്ലാവരും പ്രഖ്യാപിക്കുകയാണ്. അപ്പോഴത്തേക്കും ബിഗ് ബോസ് ചോദിക്കുന്നു, വിശാലെ ക്യാപ്റ്റനെ പറ, എന്താണ് ഇവിടെ നടന്നത്? ബിഗ് ബോസ് പവിത്ര വിൻ ചെയ്തു. അപ്പൊ ബിഗ് ബോസ് ചോദിക്കണം, പവിത്ര കൺവിൻസിങ് ആണോ? അത് അല്ല ബിഗ് ബോസ്, എനിക്ക് മുത്ത് വിട്ട് തന്ന പോലെയാണ് തോന്നിയത്. മുത്ത് പറയാണ്, അത് ഞാൻ ബോൾ ശ്രദ്ധിച്ചില്ല ബിഗ് ബോസ്, പവിത്ര ഇങ്ങോട്ട് അടിച്ചിട്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നത് കരുതിയാണ് നിന്ന്, എന്നാലും ഞാൻ ഡിഫെൻഡ് ഒക്കെ ചെയ്തു. അപ്പോഴത്തേക്കും ബിഗ് ബോസിനെ അങ്ങോട്ട് ഭ്രാന്ത് കയറുന്നു. വായിക്കേ ടാസ്ക് ലെറ്ററിന്റെ ലാസ്റ്റ് പാരഗ്രാഫ്, 13ാമത്തെ ആഴ്ചയിലുള്ള എൻട്രി പാസ് കൂടിയാണിത്. ബിഗ് ബോസ് പറയാണ്, ആർക്കൊക്കെ വിട്ടുകൊടുക്കണം, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിട്ടുകൊടുക്കരുത്, ആർക്കൊക്കെ വിട്ടുകൊടുക്കണം, ഞാൻ കഥവ് തുറന്നു തരാം, ഇറങ്ങി വാ, പുറത്തു വാ. ബിഗ് ബോസ് ഭയങ്കര ദേഷ്യം. മഞ്ചേരി പറയണ, എന്തിനാണ് മുത്തു നീ ഇങ്ങനെ വിട്ടുകൊടുത്തത്, അതിൻ്റെ എന്ത് കാര്യം ഉണ്ടായിരുന്നു? മുത്തു ഒരുമാതിരി വിഷമിച്ച് അങ്ങ് കരച്ചിലിൻ്റെ മട്ടി നിൽക്കുവാണ്, മുഖമൊക്കെ കണ്ണൊക്കെ നിറഞ്ഞ്. മുത്തു സോറി ബോസ്. വിശാല്, ഇവര് റീമാച്ചിന് തയ്യാറാണ് ബോസ്. മുത്തു റീമാച്ചിന് തയ്യാറാണ്. അപ്പൊ പവിത്ര ഒരുവിധം ജയിച്ചതായിരുന്നു, എങ്ങനെയോ ഒരു ക്യാപ്റ്റൻസി ജയിച്ചത്. പവിത്രയാകെ ഒരുമായി വിഷമത്തിയിരിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് രാവിലെ 75ാമത്തെ ഡേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര ആഘോഷമായിട്ട് പ്രേക്ഷകർക്ക് നന്ദിയൊക്കെ പറഞ്ഞിട്ട് അവസാനമായി ഇപ്പം വിട്ടുകൊടുത്ത് കളിക്കരുതെന്ന് പല തവണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എത്ര തവണ പറഞ്ഞു, എന്തിന് നിങ്ങൾ ഈ കാര്യം മറന്ന് കളിക്കുന്നു? 500 ക്രൂ ഇതിൻ്റെ പിന്നിൽ 500 പേരുള്ള ക്രൂ ആണ് ബിഗ് ബോസിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഓരോ ടാസ്കിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്. എന്നിട്ട് എത്ര സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കത്തില്ല. നിങ്ങൾ ഒട്ടും സില്ലി ആയിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ടാസ്കുകളും പല തവണ കണ്ടിട്ടുണ്ട്. പറയണം എന്ന് വെച്ച് വേണ്ട എന്ന് കരുതിയിട്ട് വീണ്ടും ഞാൻ പറയുന്നു, പ്രേക്ഷകർ പറയുന്നു, ഹോസ്റ്റ് പറയുന്നു, എന്നിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്ക് റദ്ദ് ചെയ്യുന്നു. അതെ, ക്യാൻസൽ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നോമിനേഷൻ ഫ്രീ പാസും റദ്ദ് ചെയ്യുന്നു. റയാന് കിട്ടിയിട്ടുള്ള നോമിനേഷൻ ഫ്രീ പാസ് ആണ് അവസാനത്തെ ഈ സീസണിലെ നോമിനേഷൻ ഫ്രീ പാസ്. അപ്പോൾ വീട്ടുകാരെല്ലാവരും ഷോക്ക്, ഞെട്ടുന്നു. കാരണം അയ്യോ നോമിനേഷൻ ഫ്രീ പാസ് ഇല്ലേ, ക്യാപ്റ്റൻസി റദ്ദ് ചെയ്തോ? എല്ലാവർക്കും നോമിനേഷൻ ഫ്രീ പാസ് കട്ട് ചെയ്തതിലാണ് ഈ പറയുന്ന പോലെ എന്തുള്ളത്, വിഷമമുള്ളത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് ബിഗ് ബോസ് മനഃപൂർവ്വം ഇറക്കിയ ഒരു ഡയലോഗാണ്. കാരണം നോമിനേഷൻ ഫ്രീ പാസ് ഈ ആഴ്ചയും കൂടെ ഉള്ളൂ. ഒരു കാരണവശാലും അടുത്ത ആഴ്ച വീക്കിലി ടാസ്കിലൂടെ നോമിനേഷൻ ഫ്രീ പാസ് വരത്തില്ല. കാരണം ഫാമിലി വീക്കാണ്, നമുക്കറിയാം. ബിഗ് ബോസിന്റെ അടുത്ത വീക്ക് ഒരു കാരണവശാലും നോമിനേഷൻ ഫ്രീ പാസ് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞ ഡയലോഗിന് യാതൊരുവിധ പ്രസക്തിയില്ല. യഥാർത്ഥത്തിൽ ഈ ആഴ്ചയും കൂടെ നോമിനേഷൻ ഫ്രീ പാസ് വരുള്ളൂ. അതിപ്പോൾ ഇന്ന് ഈ പ്രശ്നം നടന്നാലും നടന്നില്ലെങ്കിലും ഇന്നും കൂടെ നോമിനേഷൻ ഫ്രീ പാസ് ഉള്ളൂ. മനസ്സിലായി? അടുത്ത ആഴ്ചയിൽ ഇപ്പം റയാൻ കിട്ടിയിട്ടുള്ള ആ സാധനവും കൂടെ
യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ആഴ്ച മുതൽ ടാസ്ക് കൊടുക്കാൻ പറ്റത്തില്ല, ടാസ്ക് ഇല്ലല്ലോ, ഫാമിലി വീക്കാണ്, അതുകൊണ്ട് അടുത്ത ആഴ്ച വരത്തില്ല. അതിന് അടുത്ത ആഴ്ച ടിക്കറ്റ് ഫിനാലെയാണ്. അതുകൊണ്ട് അത് ഓൾറെഡി ഒരു നോമിനേഷൻ ഫ്രീ പാസ് ആണ്. ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ നോമിനേഷൻ ഫ്രീ പാസ് ആണ് അല്ലേ. ഇതല്ലാതെ വേറെ നോമിനേഷൻ ഫ്രീ പാസ് കൊടുക്കാൻ പറ്റത്തില്ല. സീസണിന്റെ നോമിനേഷൻ ഫ്രീ പാസ് ഇതുവരെ ഉള്ളൂ. തമിഴ് ബിഗ് ബോസിന്റെ 75 ദിവസം വരെയുള്ള ഈ സാധനമേ ഉള്ളൂ. അതുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞ ആ സാധനം പക്ക ഫേക്കാണ്. പക്ഷേ ഈ വീട്ടുകാർ മണ്ടന്മാർ എന്തുകൊണ്ട് ആ കാര്യം ചിന്തിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ക്യാപ്റ്റൻസിയുടെ കേസ് റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ക്ലിക്ക് ചെയ്ത സാധനം, മുത്തു ചെറുതായിട്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് പവിത്ര ബോൾ എറിഞ്ഞ സമയത്ത്. ബിഗ് ബോസ് അവിടെ കളിച്ചതാണ്. കാരണം ബിഗ് ബോസിന് അവിടെ പാർഷ്യാലിറ്റി ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം പവിത്ര ജയിക്കാൻ പേഴ്സണലി ബിഗ് ബോസ് ആഗ്രഹിക്കുന്നില്ല. കാരണം പവിത്ര ജയിച്ചു, അവിടെ ഈ കോൺവെർസേഷൻ ഒന്നും നടക്കുന്നില്ല. മുത്തു വിട്ടുകൊടുത്തതാണോ, അങ്ങനെ ഒരു കോൺവെർസേഷൻ നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ബിഗ് ബോസ് ഈ സാധനം കുത്തിപ്പൊക്കണമെങ്കിൽ അറിയാം, പവിത്ര ഈ വീക്ക് ജയിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച പവിത്രയ്ക്ക് നോമിനേഷൻ ഫ്രീ ആണ്. ഏത് നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച പവിത്ര നോമിനേഷൻ ഫ്രീ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ആഴ്ച നോമിനേഷനിൽ വന്നാൽ പോലും 90-ലോ 91-ലോ ഔട്ട് ആവുള്ളൂ. അത്രയും ദിവസം ഈ പവിത്ര എന്ന് പറയുന്ന ഒരു സേഫ്, പവിത്ര കളിക്കുന്നുണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി ബാക്കി കണ്ടസ്റ്റൻസിനെ വെച്ചൊരു സേഫ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് 90 ദിവസം പവിത്ര അവിടെ കൊണ്ടുപോകാൻ ഇവർക്ക് ഉദ്ദേശമില്ല. ജെഫ്രിയുടെ കേസ് എനിക്ക് അറിഞ്ഞുകൂടെ, ജെഫ്രി ആദ്യം തന്നെ ഔട്ടായി പോയല്ലോ, അല്ലെങ്കിൽ ബിഗ് ബോസ് ആദ്യം തന്നെ പറഞ്ഞേനെ. അപ്പം മുത്തുവിന് ഈ സാധനം കിട്ടണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിനു വേണ്ടി നമ്മൾ ചിന്തിക്കണം. കാരണം മുത്തുവിന് ഈ സാധനം കിട്ടിയാലും ഇല്ലെങ്കിലും മുത്തു അതിനകത്ത് 105 ദിവസം നിൽക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും, എൻ്റെ വ്യൂവേഴ്സായ നിങ്ങൾക്കും എനിക്കും നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. മുത്തുവിന് ഇന്നത്തെ ക്യാപ്റ്റൻസി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും 105 ദിവസം അതിനകത്ത് നിൽക്കും എന്നുള്ള കാര്യം. പക്ഷേ എന്തുകൊണ്ട് ബിഗ് ബോസ് ഈ സാധനം മുത്തുവിന് അറിയാം, പവിത്രയും മുത്തുവും തമ്മിലാണ് ഇത് നടന്നത്. ആ സംഭവം നടന്നപ്പോഴത്തേക്കും പവിത്രയ്ക്ക് ഇത് കിട്ടിയപ്പോൾ ബിഗ് ബോസിന് പൊട്ടണമെങ്കിൽ മുത്തുവിന് ഇത് കിട്ടണം എന്ന് ബിഗ് ബോസ് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ബിഗ് ബോസ് ഈ ടാസ്ക് റദ്ദ് ചെയ്തത്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, മുത്തുവിന് ഈ സാധനം എന്തുകൊണ്ട് ബിഗ് ബോസ് കൊടുക്കണമെന്ന് വിചാരിക്കുന്നു? കാരണം 105 ദിവസം എന്തായാലും മുത്തു ഔട്ട് ആവില്ല. അങ്ങനെ ഇരിക്കുന്ന മുത്തുവിന് ഒരു ക്യാപ്റ്റന്റെ പദവി വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നു? അതിൻ്റെ ആവശ്യം എന്താണ് കാര്യം? അതിൻ്റെ കാര്യം വേറൊന്നുമല്ല, മുത്തു ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ മുത്തു അടുത്ത ആഴ്ച നോമിനേഷനിൽ വരുമോ? വരത്തില്ല. മുത്തു നോമിനേഷനിൽ വരാതിരുന്നു കഴിഞ്ഞാൽ മുത്തുവിൻ്റെ വോട്ട്സ് എല്ലാം എങ്ങോട്ട് പോകും? ഒന്നുകിൽ ജാക്ലിന് പോവും, ഇല്ലെങ്കിൽ സൗന്ദര്യക്ക് പോവും, ഇല്ലെങ്കിൽ ദീപക്കിന് പോവും. അല്ല, ഒന്നുകിൽ ജാക്ലിന് പോവും, ഒന്നുകിൽ ദീപക്കിന് പോവും, അല്ലെങ്കിൽ മഞ്ചരിക്ക് പോവും. ഈ 3 പേരിൽ ഒരാളെ സേവ് ചെയ്യാൻ ബിഗ് ബോസിന് പറ്റും. ജാക്ലിൻ ഓൾറെഡി സേവ്ഡ് ആവും, അത് ഉറപ്പാണ്. പിന്നെ ഞാൻ ഈ വിരൽ മടക്കുക, അല്ലെങ്കിൽ അവസാനം ഈ വിരൽ മടക്കില്ലെങ്കിൽ സീൻ. അപ്പം ദീപക്ക് ചെറിയൊരു ചാൻസ് കുറവുണ്ട് സേവ് ആവാനില്ലേ. മഞ്ചരിയുടെ കേസും സംശയമാണ്. അപ്പം ദീപക്കിനും മഞ്ചരിക്കും കൂടെ ഈ സാധനം എന്ത് ചെയ്യും? പകുത്ത് കിട്ടും. മുത്തുവിൻ്റെ വോട്ട് കുറച്ച് കിട്ടുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയോ? ഇതാ ഞാൻ പറഞ്ഞത്, റിവ്യൂവും എപ്പിസോഡും രണ്ടും രണ്ടാണ്. എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾ വന്ന് ഈ റിവ്യൂ കണ്ടു കഴിഞ്ഞാലേ ഇതിനകത്ത് കണ്ടസ്റ്റൻസ് ചെയ്യുന്ന എന്താണ്, ബിഗ് ബോസിന് പാർഷ്യാലിറ്റി ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എന്നെ പുറത്ത് വരയ്ക്കും എനിക്ക് ഫീൽ ചെയ്ത വിഷയം ഇതാണ്. കാരണം പവിത്രയെ ക്യാപ്റ്റൻ ആയപ്പോൾ അത് ബിഗ് ബോസ് തടഞ്ഞു, ക്യാപ്റ്റൻസി ടാസ്ക് റദ്ദ് ചെയ്തെങ്കിൽ മുത്തുവിനെ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടിയിട്ടാണ് അത് ബിഗ് ബോസ് ചെയ്യാനിരുന്നത്. മുത്തു ക്യാപ്റ്റൻ ആവണമെന്നായിരുന്നു ബിഗ് ബോസ് ആഗ്രഹിച്ചിരുന്നത്. മുത്തു ക്യാപ്റ്റൻ ആയിരുന്നു എങ്കിൽ മുത്തു അടുത്ത ആഴ്ച സേഫ് ആയനെ, മുത്തു നോമിനേഷനിൽ വരില്ലായിരുന്നു. മുത്തുവിന് വരാൻ പോകുന്ന ഒത്തിരി വോട്ടുകൾ മഞ്ചരിക്കും ദീപക്കിനൂടെ കിട്ടിയാനെ. ജാക്ലിൻ അല്ലെങ്കിൽ സേവ മഞ്ചരിക്കും ദീപക്കിനൂടെ കിട്ടിയാനെ. അവർ രണ്ടുപേരിൽ ഒരാൾ ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ട് പോയാനെ? ടിക്കറ്റ് ഫിനാലയിലല്ല ടോപ്പ് 5 പോകാനുള്ള സാധ്യതയും കണ്ടേനെ. ഒരാളും കൂടെ അടുത്ത ആഴ്ച സേവ് ആയനെ. അതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത സാധനം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നിയോ? ഇത് ബിഗ് ബോസിന്റെ പാർഷ്യാലിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇങ്ങനെയാണ്. ഇത് എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ബിഗ് ബോസ് ഇങ്ങനെ തന്നെയാണ്. ബിഗ് ബോസ് പാർഷ്യാലിറ്റി തന്നെയാണ്. നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഷോ സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷേ ഈച്ച് ആൻഡ് എവറി ഷോ ഹാസ് ആൻ ഔട്ട്ലൈൻ. ഇതിനൊരു ഔട്ട്ലൈൻ ഉണ്ട്, അതുപോലെ തന്നെയാണ് പോകുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അങ്ങനെ ബിഗ് ബോസ് ഈ ടാസ്ക് എന്ത് ചെയ്യുന്നു? റദ്ദ് ചെയ്യുന്നത് മുത്തു അങ്ങോട്ട് കരച്ചിൽ തുടങ്ങുന്നു. സോറി ബോസ് പറഞ്ഞാൽ അങ്ങോട്ട് മുത്തു കരച്ചിൽ തുടങ്ങും. ദീപക് എത്ര പേരെ ബാധിച്ചു മുത്തു, അണ്ണ മിണ്ടാതിരി അണ്ണ. ബിഗ് ബോസ് നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഇനി ഗെയിം കളിച്ചോ, എന്തോ ആയിക്കോ, ഞാൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു പോകുന്നു. അപ്പോൾ മുത്തു സോറി ബോസ് ക്ഷമിക്ക് ബോസ്. വിശാൽ സമാധാനിപ്പിക്കാൻ വരുന്നു. ഇല്ലടാ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട ബിഗ് ബോസ്, പ്ലീസ് ബോസ്, എല്ലാവരും പാവങ്ങളാ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മുത്തു ഭയങ്കരമായ കരച്ചില്, പൊട്ടി കരയുന്നു. മുത്തു വേണമെന്ന് വെച്ച് ഞാൻ ചെയ്തതല്ല, ഞാൻ കളിച്ചു ബിഗ് ബോസ്. എല്ലാവരും പാവങ്ങളാ ബിഗ് ബോസ്, എല്ലാവരുടേത് ഞാൻ കാരണം പോയില്ലേ, എല്ലാവരും പാവോ ബിഗ് ബോസ്. വിശാൽ എടാ എല്ലാവർക്കും മനസ്സിലാക്കും, ഇത് എല്ലാവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തന്നപ്പോൾ ജാക്ലിൻ. അതെ, നീ മാത്രമല്ല, ഇപ്പം നിൻ്റെ അവസാനത്തെ ഒരു ഇൻസിഡൻറ്റ്, ഇതിന് മുന്നേ പലതും സംഭവിച്ചിട്ടുണ്ട്, അതെല്ലാം ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പം നീ
നീ ഇങ്ങനെ ഒന്നും പറയല്ലേ എന്നിങ്ങനെ പറഞ്ഞ് ഒരുവിധം മുത്തുവിനെ സമാധാനിപ്പിക്കുന്നു. പവിത്ര ഇതേസമയം മറ്റൊരറ്റത്തിരുന്ന് കരച്ചില്. വിശാൽ പറയണം ബിഗ് ബോസ് അവൻ റിയൽ ആയിട്ട് ചെയ്തതല്ല, അവനൊരു പാഠമായി എടുക്കാമെന്ന് പറയണവൻ ചിലപ്പോൾ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയതായിരിക്കും. ബിഗ് ബോസ് പ്ലീസ് ബോസ് പ്ലീസ് 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 ഒരു ലാസ്റ്റ് ഫൈനൽ വാർണിംഗ് ആയിട്ട് നമുക്കൊന്ന് തരണം ബോസ് പ്ലീസ് എന്നൊക്കെ പറയുന്നു. പവിത്ര ഞാനൊന്നും കണ്ടില്ല ബിഗ് ബോസ് ഇവിടെ എന്താണ് നടന്നതെന്ന്, തെറ്റ് പറ്റിയെങ്കിൽ സോറി, മുത്തുവിന് ഫീൽ ആവുന്നെന്ന് മുത്തു പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിനേക്കാളും വലിയ വിഷമമാവുന്ന ബിഗ് ബോസ്. ദീപക് മുത്തുവിൻ്റെ പറയാണ് എടാ നീ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, നീ ആ ടാസ്ക് കളിച്ച് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ യാതൊരു രീതിയിലും പേടിക്കേണ്ട കാര്യമോ കരയേണ്ട കാര്യമോ ഇല്ല. പക്ഷേ ഇത് പ്രേക്ഷകർ കാണുന്നുണ്ട്, ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം എന്ത് ഇത് ഈ വിട്ടുകൊടുക്കുന്നതാണെന്ന്, അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞത്. ദീപക് പറഞ്ഞത് കറക്റ്റ് പോയിന്റ് ആണ്. എനിക്ക് പേഴ്സണലി മുത്ത് വിട്ടുകൊടുക്കുന്നു എന്നുള്ള സാധനം ഫീൽ ചെയ്തിട്ടില്ല. അത് മഞ്ചരിക്ക് പലപ്പോഴും വിട്ടുകൊടുക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, വേറെ ആർക്കും മുത്ത് വിട്ടുകൊടുക്കുന്നു എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നും ഒരു ചെറിയ ഫീൽ അടിച്ചു, പക്ഷെ മുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ദീപക് പറഞ്ഞ ആ പോയിന്റ് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് മുത്തുവിനൊരിതും മുത്ത് പലർക്കും വിട്ടുകൊടുക്കുന്നില്ല. പവിത്ര സമയം കരയുന്നു, അൻഷിത ആശ്വസിപ്പിക്കുന്നു, ബാത്റൂമിലൊക്കെ കയറി കൊട്ടി അടച്ചിരുന്നു പവിത്ര കരയുകയാണ്. മുത്തു പിന്നീട് പവിത്രയായിട്ട് പോകുന്നു. പവിത്ര പറയുന്നത് നീ കരഞ്ഞതാണ് എനിക്ക് ഭയങ്കര വിഷമമായതടാ. മുത്തു പറയണം ബിഗ് ബോസ് പറഞ്ഞത് എനിക്ക് ഹേർട്ടായി, ഈ 400 പേര് 500 പേരിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി, അതാണ് ഞാൻ കരഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ. ഓക്കെ, അപ്പോൾ ഇനി നാളെ ആരാണ് ഔട്ടാവാൻ പോകുന്നതെന്ന് ഐ ഹാവ് നോ ഐഡിയ. എന്നാലും നമ്മുടെ ഗസ് പ്രകാരം നമുക്കൊന്ന് നോക്കിയാലോ ആരായിരിക്കും. നോമിനേഷനിൽ 11 പേർ: അൻഷിത, അരുൺ, ദീപക്, രഞ്ജിത്ത്, പവിത്ര, ജാക്ലിൻ, മുത്തു, സൗന്ദര്യ, മഞ്ജരി, റയാൻ, റാണഫ്. അരുൺ സേവാവും, ദീപക് സേവാവും, പവിത്ര എനിക്കറിയില്ല, ജാക്ലിൻ സേവാവും, മുത്തു സേവാവും, സൗന്ദര്യ സേവാവും, മഞ്ജരി സേവാവും, റാണവ് സേവാവും. ഇനി എനിക്ക് ഇതിനകത്ത് ഡൗട്ട് 2 എവിക്ഷൻ നാളെ നടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ തീരൂല, ഈ ഷോ തീരത്തില്ല. അൻഷിത ഒരു പക്ഷേ ഔട്ടാവാം, രഞ്ജിത്ത് ഔട്ടാവാം, റയാൻ ഔട്ടാവാം, പവിത്ര ഔട്ടാവാം. ഈ 4 പേരിലായിരിക്കും നാളെ ഔട്ട് നടക്കാൻ പോകുന്നത്. പറയാൻ പറ്റില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. മോസ്റ്റ് പ്രോബബ്ലി നടക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് രഞ്ജിത്തും അൻഷിതയും, അല്ലെങ്കിൽ രഞ്ജിത്തും പവിത്രയും, ഈ 2 ഓപ്ഷൻ ആയിരിക്കും. റയാൻ സേവ് ആവാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. എന്തായാലും രഞ്ജിത്തിന്റെ എവിക്ഷൻ ഒരു 90% ഉറപ്പാണ്, രഞ്ജിത്ത് ഔട്ട് ആവും എന്നുള്ള കാര്യം. രഞ്ജിത്ത് ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ഒന്നുകിൽ രഞ്ജിത്ത് പവിത്ര, ഇല്ലെങ്കിൽ രഞ്ജിത്ത് അൻഷിത. രഞ്ജിത്ത് അൻഷിതയാണ് നല്ല ചാൻസ് കൂടുതൽ, പക്ഷെ അൻഷിത പവിത്രയെക്കാളും കളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് നോക്കാം, ഒന്നും പറയാൻ പറ്റില്ല. നാളെ എവിക്ഷൻ്റെ ഷൂട്ട് കഴിയട്ടെ, നിങ്ങളൊന്ന് അറിയിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് പറയട്ടെ, നാളെ ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ രഞ്ജിത്തും പവിത്രയും ഔട്ട് ആവണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അൻഷിത ഈ ആഴ്ച സേവ് ആയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമുക്ക് ഫാമിലി വീക്ക് കാണാം. അൻഷിതയുടെ ഉമ്മി അതിനകത്ത് വരുന്നതും മലയാളം സംസാരിക്കുന്നതും എങ്ങനെയാണ്, കേരളത്തിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള റെസ്പോൺസ്, തമിഴ്നാട്ടിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള റെസ്പോൺസ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മലയാളത്തിൽ അൻഷിതയുടെ ഉമ്മി വന്ന് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. അതുകൊണ്ട് മാത്രം, അല്ലാതെ പാർഷ്വാലിറ്റി അല്ല, അതുകൊണ്ട് മാത്രം അൻഷിത സേവ് ആയാൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം ഔട്ട് ആവുകയാണെങ്കിൽ ഔട്ട് ആയിക്കോട്ടെ എന്നുള്ളൊരു ഇതാണ്. പക്ഷേ ചാൻസ് ഏറ്റവും കൂടുതൽ രഞ്ജിത്തും അൻഷിതയും ഔട്ട് ആവാനാണ്, ഡബിൾ ആണെങ്കിൽ. നോക്കാം, നാളത്തെ അപ്ഡേറ്റ് ആയിട്ട് വരാം. വോട്ട് ചെയ്യുക, പോയി നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻസ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക്. അപ്പം നാളത്തെ റിവ്യൂവും അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ആൻഡ് ടേക്ക് കെയർ.